ഓ പോവാൻ നേരത്തൊരു അനുവാദം ചോദിക്കല് ഇപ്പഴീ ഓളയും കൂട്ടി പുറത്തേക്കെല്ലാം പോക്കന്നെ. ഏടത്തേക്കാന്നമ്മോ ഈ പോന്നെ? എന്റെ ദൈവമേ, ഞാനിപ്പൊ വീണാനെ. എന്റെ കാലം കഴിഞ്ഞി ഈ തേങ്ങ വറക്കലല്ലോ. ഇത് പേട്ടാന്ന് തോന്നുന്നു ഓനെ പോലെ തന്നെ. ഒന്നും കുഴപ്പമില്ല, ഒരു ചമ്മന്തിക്ക് ഉണ്ടല്ലോ. ഓനെല്ലാം വളർത്തി വലുതാക്കിയതും വെറുതെയാന്ന്. ആ നേരം കൊണ്ട് 10 തെങ്ങ് വെച്ചിരുന്നെങ്കിൽ കുറച്ച് തേങ്ങയെങ്കിലും കിട്ടിയേനെ. ഇതുപോലത്തെ പേട്ടാണെങ്കിലും കുഴപ്പമില്ല, ചമ്മന്തിയെങ്കിലും അരക്കാല. ഇതിപ്പോ ആരോടാന്നൊന്ന് പറയുവാ? ഇന്നിരാടി ഉണ്ടാവാമോ? ഓളെടുത്ത് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇതിപ്പോ പറയാണ്ട് ഒരു സമാധാനവും കിട്ടൂല. അതടുക്കട്ടെ. ശാന്തേച്ചി എന്താ ഇങ്ങോട്ടേക്ക് വരുന്നത്? ആരാന്നാ വരുന്നത്? കണ്ണടക്കാണെങ്കി ഇപ്പൊ പണ്ടത്തെ പോലെ പവറും ഇല്ല. ഓളഞ്ഞാന്നത്. ഓ ഇന്ദിരേ, നീ ഇതെടുത്തേക്കാന്ന്? ശാന്തേച്ചി എങ്ങോട്ടാ പോന്നേ? നിന്നെ തന്നെ നോക്കി വന്നതാണേ. തേടിയ വള്ളി കാലിച്ചുറ്റി. നീ ഏതായാലും ഇവിടെ ഇരിക്കും. ഇതെന്നാണ് പാത്രത്തില്? ഇത് ലേശം ചക്കക്കുരുവും പരിപ്പാ. നിങ്ങൾക്ക് ഇഷ്ടല്ലേ ശാന്തേച്ചി? അതുകൊണ്ട് ലേശം കൊണ്ടുവന്നയാ. ഓ ചക്കക്കുരുവും പരിപ്പാ? ഗ്യാസെല്ലാം ആണേ. എന്നാലും കുഴപ്പമില്ല. നീ ഇങ്ങ് വണ്ടാ, എന്തെങ്കിലും മുണ്ടിയും പറഞ്ഞല്ലേ ഇരിക്കാലാ. നീടി ഇരിക്കണേ. എത്ര നേരം വെച്ചാ നിക്കുവാ? പാമ്പ് ഉണ്ടോ ശാന്തേച്ചി ഇവിടെ? ഒന്ന് പോണേ ആടെ. നീടെ ഒന്നും പാമ്പൊന്നും ഉണ്ടാവില്ല. നിങ്ങക്ക് അങ്ങനെ പറയാ. നിങ്ങളല്ലേ ഏതായാലും പോകാനായി. നമ്മളങ്ങനെയാ പോവാനായിന്നാ? നീ എന്നാണേ പറയുന്നേ? ചെലപ്പോ നിന്റെ എല്ലാം പുക കണ്ടാലും ഞാൻ പോവൂല. നീ എന്നെ അത്രപാട് പ്രായക്കാരിയാക്കിയാ? പയറുമണി പോലെ ഓടി നടക്കുന്ന ഞാനാന്ന്, എന്നിട്ട് പോവാനായിന്ന്. പിന്നെ നീ നിങ്ങളെ കൂടെ പഠിച്ചല്ലേ ആ സരോനി ചേച്ചി? അവര് മരിച്ചിട്ട് കാലം എത്രയായി? പോണേ ആടുന്ന്. സരോനി ചേച്ചി മരിച്ചുപോയിന്ന് വെച്ചിട്ട് സരോനി ചേച്ചി ഞാനും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടണേ? നീ എന്നാന്ന് പറയുന്നേ? അതാണ് കേട്ടെ ശാന്തേച്ചി. നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിലേക്ക് വരാൻ പോയത്? ഞാൻ വരാൻ പോയത് നാണേ നമ്മളെ വീട്ടിലുള്ള സാധനത്തിനെ കുറിച്ച് കുറച്ച് പറയാന്ന് വെച്ചിട്ടാണേ. എന്തിന്നണേ എപ്പോഴും എന്റെ മോനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോക്കൻ. അതിനെന്നാ ശാന്തേച്ചി, ഇപ്പൊ നാട്ടിലെല്ലാം നടക്കുന്നല്ലേ? മോനല്ലേ, മോന്റെ ഭാര്യയും. പിന്നെന്താന്ന്? എന്നാലും എന്നാണ് ഇത് ദിവസവും ഇതന്നെയാണ് പുറത്തേക്ക് പോക്ക്. ചോറ് ഇവിടെ 8 വെച്ചാല് അത് തിന്നൂല. ദിവസവും പുറത്തേക്ക് പോക്ക്. ഓന്റെ വണ്ടിമേ കേറിയിട്ട് എപ്പോഴും ഈ പോക്കന്നെ. എന്നിട്ടോ ഹോട്ടൽ തീറ്റ തിന്ന് 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 ഇപ്പൊ എങ്ങനെയുണ്ട്? വരുമ്പോ എങ്ങനെയുണ്ടായതാന്നോള്? കണ്ടിട്ടില്ലേ പെൻസിൽ പോലെ? ഇപ്പൊ എന്നാന്ന് തടിച്ച് നല്ല ഉണ്ടപ്പെർക്കാസ് പോലെ ആയില്ലേ? നിങ്ങക്കല്ലേ നല്ലത്. ശാന്തേച്ചിന്റെ മരുമോളെ ശാന്തേച്ചി പൊന്നുപോലെ നോക്കുന്നോണ്ട് അങ്ങനെയാന്നല്ലേ ആള് പറയൂല. എപ്പോഴീ ഹോട്ടൽ എന്നാന്ന് കുഴിമാന്തല എന്നാന്ന് എന്തെല്ലോ ഉണ്ടല്ലോ, ചവർമ്മയും കുഴിമാന്തലല്ലോ. അതെല്ലാം തിന്നാലേ ഓക്കിറങ്ങൂലു. ഓക്ക് ഇടുന്ന ചോറും ഈ പരിപ്പ് കറിയും അതൊന്നും ഓക്ക് പറ്റൂല. ഇപ്പത്തെ പിള്ളേർക്ക് അത് മതി. എന്റെ മോനും മോക്കും അതേ വേണ്ടു. എന്തെന്ന് ഇപ്പത്തെ പെമ്പിളരണേ? എന്റെ മോനെയും വിളിച്ച എപ്പോഴീ പുറത്തേക്ക് പോക്കന്നെ. ഓനൊരു ദിവസം പണിയില്ലാണ്ട് വീട്ടിലിരുന്ന് അപ്പ തുടങ്ങും, കേട്ടാ ബാ നമുക്ക് അട പോകാലാ ഇട പോകാല. ഓക്ക് വീട്ടിലിരിക്കാൻ പറ്റൂല, അതന്നെ പ്രശ്നം. ഞാൻ ഇവിടെ ഇരിക്കട്ടെ ശാന്തേച്ചി, കാല് വേദന എടുക്കുന്നു. അതന്നെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ല ആടെ ഇരിക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ നിങ്ങളെ മരുമോക്ക് കുറച്ച് കൂടുതലാണ്. മനസ്സിലായില്ലേ നിനക്ക്? ഓക്ക് കുറച്ചൊന്നല്ല, കൊറേ കൂടുതലാണ്. ഓക്ക് എപ്പോഴീ പുറത്തു പോണം, ഇങ്ങനെ നടക്കണം, മാറി മാറി വരുന്ന സിനിമ കാണണം, എല്ലാം ഇതന്നെ പണി. ടൂറ് പോക്കോ? അത് എപ്പോഴും ടൂറ് പോക്കന്നെ. 2 ദിവസം ലീവ് കിട്ടിയാല് അപ്പൊ പോകും ടൂറ്. നിങ്ങളെ കൊള്ളാറ്റാ ശാന്തേച്ചി, എന്റെതല്ല ആയിരിക്കണായിരുന്നു. അതന്നെയാന്ന്, ഞാനൊന്നും പറയൂല. അതന്നെയാന്ന് പ്രശ്നം. എനിക്ക് പിന്നെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുവാ? ഞാനൊന്നും പറയില്ല. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിന്നോട് വന്ന് പറയുന്നത് തന്നെ. വേറെ ആരോട് എന്ത് പറയാനാന്ന്? എനിക്കറിയില്ല എന്നാ. ഞാനിതെന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ മോൻ പറയും അമ്മ അങ്ങനെ പറയുന്നു, അമ്മ ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഞാൻ എന്താണ് ഒന്നും പറയാൻ പോവില്ല. എന്തെങ്കിലും ആക്കിക്കോട്ട് എന്ന് വിചാരിക്കും. ഇപ്പൊ തന്നെ നീ കണ്ടിട്ടില്ലേ എത്ര എണ്ണാണ് ഈ ഷവർമയെല്ലാം തിന്നിട്ട് ചത്തുപോന്ന്? ഓളാറ്റം ഷവർമ വാങ്ങിയിട്ട് എൻ്റെ മോനാറ്റാ കൊടുത്തിട്ട് ഓനാറ്റം ചത്തുപോയിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ദിരേ. എനിക്ക് പിന്നെ ആരാന്നുള്ളത്? ഓക്കോ 10 ദിവസം കഴിഞ്ഞ് ഓള് വേറെ കെട്ടു. എന്നിട്ട് ഇതുപോലെ തന്നെ പോയി തിന്ന് ഓനെയും കൊല്ലും. എനിക്കാരും ഇല്ലാണ്ടാവും. അതെല്ലാം ഓർക്കുമ്പോഴാണ് ഞാനീ പുറത്തു പോയി തിന്നണ്ട, പുറത്തു പോകണ്ട, നമ്മക്ക് ഈ കഞ്ഞിയും പയറും കുടിച്ച് ഇവിടെ നിക്കാന്ന് പറയുന്നേ. അത് കേക്കുവാ? ഇല്ലല്ല. താരാ നീ വിളിക്കുന്നേ? മോളാന്ന്. എടുക്കട്ടെ, നീ ആടെ ഇരിക്ക്, പോവല്ല. ഹലോ ഹലോ അമ്മേ. എന്നാ മോളെ?
അമ്മ ഞാൻ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവൂലമ്മേ. എടപ്പോന്ന്? ഞാൻ ടൂർ പോകുന്നമ്മ ഏട്ടന്റെ കൂടെ ഊട്ടിയില്. അതെയാ? കണ്ടാ സ്നേഹമുള്ള ഭർത്താവാന്ന്. അമ്മേന്റെ മോള് പോയിട്ട് വാ മോളെ എന്നാല്. അമ്മ പിന്നില്ലേ എന്നെ കുറച്ചു ദിവസത്തേക്ക് വിളിച്ചാ കിട്ടൂലേ? ഇല്ല മോളെ, അമ്മ വിളിക്കൊന്നില്ല. മോള് പോയിട്ടെല്ലാം വന്നിട്ട് വിളിച്ചാ മതി അമ്മേനെ. പിന്നില്ലേ അമ്മേ, ഒരു കാര്യമുണ്ടമ്മേ. ഞാൻ ഊട്ടി പോണെന്ന് പറഞ്ഞ സമയം തന്നെതാ ഇവിടത്തെ തളക്ക് തുടങ്ങി മോന്ത. ഓ, തള്ളേന്റെ മോന്തി നോക്കിട്ടല്ലേ എന്റെ മോള് പോന്നത്. എന്റെ മോള് അതൊന്നും നോക്കാൻ നിക്കണ്ട. ഓ, അവരടക്കിടന്ന് മോന്തെല്ലാം വീർപ്പിക്കൂ. മോളൊന്നും നോക്കണ്ട മോളെ, മോള് പോയിട്ട് വാ. പിന്നില്ലമ്മേ, കഴിഞ്ഞ മാസം ഞാൻ വാഗമണ്ണി പോയപ്പോഴേ തുടങ്ങിയതാണ് ആ തളക്ക് മോന്ത ഇങ്ങനെ പിടിക്കല്. ഒന്നും എന്റെ മോള് കാര്യാക്കാൻ നിക്കണ്ട. പിന്നെ ഓളടുക്കളയിൽ കിടക്കാൻ വേണ്ടിട്ടല്ലേ എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. മോളെ ഒന്നും കാര്യാക്കണ്ട. ആ തള്ള അടക്കിടന്ന് അതെല്ലാം പറയൂ. എന്റെ മോള് പോയിക്കോ. ഓ, കണ്ടോന്റെ കൂടെ ഒന്നല്ലല്ലോ എന്റെ മോള് പോന്നത്, ഭർത്താവിന്റെ കൂടെയല്ലേ. ആ പെണ്ണുങ്ങൾക്ക് എന്നാന്ന് ഇത്ര ചൊറിയൂത്തേ? മോളെ ഒന്നും കാര്യാക്കണ്ട മോളെ. മോള് ഊട്ടിയിലാ കൊടൈക്കനാലിലാ എടെങ്കിലെല്ലാം പോയിട്ട് വാ. എന്റെ മോള് സന്തോഷത്തോടെ ഇരിക്കണം, അത് മാത്രമേ ഉള്ളൂ അമ്മക്ക്. ഇനിയിപ്പൊ കഴിഞ്ഞു വന്നു കഴിഞ്ഞാല് അടുത്ത മാസം ഉണ്ടമ്മ ഒരു ട്രിപ്പ്. അതെയാ? എന്തായാലും അമ്മേന്റെ മോള് പോയിട്ടെല്ലാം വാട്ടാ. എന്നാ ശരി മോളെ. ശരിയേട്ടാ, ഇനി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി മോളെ, പോയി വന്നിട്ടെല്ലാം വിളിക്കേട്ടാ. ശരി അമ്മ. എന്നാ ശരി മോളെ. ഓ, തള്ളക്ക് എന്തിന്റെ കൃമിയടിയാന്ന്? എന്റെ മോള് പോന്നേന് ആ തള്ളക്കാന്ന് കൃമിയടി. കേട്ടില്ലേ നീ എന്തിനാണ് ഈ ആലോചിച്ച് നിൽക്കുന്നേ? ശാന്തേച്ചി, നിങ്ങളെ മോള് അടുത്ത മരുമോള്, ഏതോ വീട്ടിലെ പെണ്ണ് നിങ്ങളെ മരുമോള്. അതന്നെയല്ലേ പറഞ്ഞ. ഈടെ തോക്ക് പുറത്തുനിന്നല്ലാണ്ട് തിന്നാൻ പറ്റൂല. 24 മണിക്കൂറും ടൂറ് ടൂറ് ടൂറ്. ഞാൻ ഈ ചക്കക്കുരുവും കൂട്ടി ഇത്തിരി കഞ്ഞി കുടിക്കട്ടെ, നീ പോയിക്കോണേ. ഓ, ഈ പെണ്ണുങ്ങളെന്താ ഇങ്ങനെ? എനക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏതോ വീട്ടിലെ പെണ്ണാണ് ഇവിടുത്തെ മരുമോള്, പക്ഷെ അവർക്കൊന്നും ചെയ്തുകൂടാ. എന്താന്ന് എനക്കറിയില്ല. എന്തായാലും നമ്മളെ ശാന്തേച്ചി പാവാം, എനക്കറിയില്ല. ഓ, എന്ത് വെയിലാന്നപ്പയിടാ. എന്നാലും ഊട്ടിയിലെല്ലാം നല്ല തണുപ്പായിരിക്കും. എന്റെ മോളൊരു ഭാഗ്യം. മറ്റോളിങ്ങോട്ട് വരട്ടെ. ഓ, ഈ ചക്കക്കുരുന്ന് ഒരു തരി പോലും ഞാൻ ഓക്ക് വെക്കൂല. ഓള് ഹോട്ടൽ തീറ്റയും തിന്ന് വരട്ടെ ഇങ്ങോട്ട്. ഇങ്ങനെയും ഉണ്ടല്ലേ കുറച്ച് അമ്മായിയമ്മമാർ, മകളെയും മരുമകളെയും രണ്ട് കണ്ണുകൊണ്ട് കാണുന്നവർ. സ്വന്തം മകൾ മരുമകന്റെ കൂടെ പുറത്തു പോകുമ്പോൾ സന്തോഷത്തോടുകൂടി പറയുകയും എന്നാൽ മരുമകൾ മകന്റെ കൂടെ പുറത്തു പോകുമ്പോഴോ അതിനെ കുറ്റം പറയുകയും ചെയ്യുന്നവർ. അങ്ങനെയുള്ളവർ ഒന്നോർക്കുക, ഒരാപത്ത് വന്നാൽ പോലും ഓടി വരാനുണ്ടാവുന്നത് നിങ്ങൾ വേർതിരിവോടെ കണ്ട ഈ മരുമകളായിരിക്കും.